നമുക്കാകെപ്പാടെ ഒരു ചുരുങ്ങിയ കാലമേ നമുക്ക് ഈ ഭൂമിയിലുള്ളൂ, ചുരുങ്ങിയ കാലമേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, നമുക്കാകെപ്പാടെ ശരിക്ക് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഇന്നത്തെ ദിവസമാണ് ദൈവം തന്നിരിക്കുന്നത്. നാളെ നമുക്കുണ്ടോ ഇല്ലെന്ന് നമുക്ക് ആർക്കും അറിയാൻ പാടില്ല. ഇന്നത്തെ ദിവസം നമുക്ക് തന്നിരിക്കുന്നത് നമ്മളത് ചുരുക്കി കണ്ട് എനിക്ക് ഇന്നത്തെ ദിവസം ദൈവം തന്നിരിക്കുക. ഇന്നെനിക്ക് ജീവിക്കാനുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇന്ന് എന്ത് വന്നാലും എനിക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഓരോ ദിവസവും 24 മണിക്കൂർ വെച്ച് സ്വീകരിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ്റെ പെട്ടിക്കകത്ത് 1000 ഷർട്ട് ഇരുന്നാലും നിനക്കൊരു സമയത്ത് ഒരു ഷർട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. പിന്നെ പറയാം, അത്രയും 1000 ഷർട്ട് എൻ്റെ പെട്ടിക്കകത്തിരിപ്പുണ്ടെന്ന് പറയാം, പക്ഷെ നിനക്കൊരു ഷർട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, നിനക്കതിൻ്റെ ആവശ്യമുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ആകുലതകൾ, നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ കയറി വരുമ്പം നമ്മൾ അതിനെ മുറിച്ച് 24 മണിക്കൂർ ഈശോയിൽ നിന്ന് സ്വീകരിച്ച് ആ 24 മണിക്കൂറിൽ ജീവിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും ഇന്നിൽ ജീവിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ദൈവം തന്നതിലേക്ക് സ്വീകരിക്കാതെ നാളെയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നിനെ സ്വീകരിക്കുന്നില്ല. നീ ഇന്നിൽ ജീവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നിലാണ് ഈശോ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഈശോ നമുക്ക് തരുന്ന വെളിപ്പെടുത്തലതാണ്. ഇതാ വചനം നമ്മൾ പറയാണ്, ഇതാ ഇന്ന് നിനക്കായി ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു. ഇന്ന്. ഹല്ലേലൂയ. വലതുവശത്ത് തൂങ്ങിയ കള്ളനോട് ഈശോ പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടി പർദീസായിലായിരിക്കും. ഇന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഇന്നിലാണ് ഈശോ വന്ന് നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഇന്നിലേക്ക് ശ്രദ്ധിക്കുക. അവിടെ എല്ലാം നിൽക്കട്ടെ, നീ ഇന്നിലേക്കൊന്ന് ശ്രദ്ധിച്ചേ. അങ്ങനെ നമ്മളത് ധ്യാനിക്കാൻ തുടങ്ങി. ഇന്നിലേക്ക് ശ്രദ്ധിക്കുക. ഇന്നലെ എന്താണുള്ളത്? നിൻ്റെ മുമ്പിൽ ഈശോയുണ്ട്, നിന്നോടുകൂടി ഈശോയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ ശക്തമായ പ്രബോധനമാണ്, നിങ്ങൾ നാളെയെക്കുറിച്ച് ആകുലപ്പെടരുത്. നാളെക്കുറിച്ച് ആകുലപ്പെട്ട് നിൻ്റെ എല്ലാ ഇന്നുകളും നീ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നീ ഇന്നിൽ ജീവിക്കുന്നേയില്ല. ഹല്ലേലൂയ. ഇന്ന് ദൈവം നിൻ്റെ മുമ്പിൽ വിളമ്പുന്ന അനുഗ്രഹങ്ങളൊന്നും നീ സ്വീകരിക്കുന്നില്ല. ഹല്ലേലൂയ. കാരണം നീ നാളേക്കകത്താണ് നിൻ്റെ മനസ്സിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശപ്പുള്ള ഒരാളുടെ മുമ്പിൽ ഒരു പ്ലേറ്റ് ചോറ് കൊണ്ടുവന്ന് വിളമ്പി വെച്ചാൽ ആ ഒരു പ്ലേറ്റ് ചോറ് ഒരുമിച്ച് വായിലേക്ക് ഇടാറില്ലല്ലോ. ഹല്ലേലൂയ. ആദ്യം അതിനെ ചെറുതാക്കും. ആ ഒരു പ്ലേറ്റ് ചോറിൽ നിന്ന് നമ്മൾ കൈകൊണ്ടാണ് ചോറ് കൊണ്ടുവന്നെങ്കിൽ കൈകൊണ്ട് നമ്മളൊരു ചെറുതാക്കി, വീണ്ടും നമ്മൾ വായിലേക്ക് വയ്ക്കുമ്പോൾ വീണ്ടും ചെറുതാക്കുക. അങ്ങനെയാണ് നമ്മളതിനെ സ്വീകരിക്കുന്നത്. നമ്മുടെ പ്രോബ്ലത്തെ നമ്മൾ ചെറുതാക്കുക. എങ്ങനെയാണ് ചെറുതാക്കുന്നത്? ഇന്നിലേക്ക് കൊണ്ടുവരിക. 24 മണിക്കൂർ ജീവിക്കാൻ എനിക്ക് ഉണ്ട്. ഹല്ലേലൂയ. അവിടെ നാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിനക്ക് ഭയവും ഉത്കണ്ഠയുമാണ് ഉണ്ടാകുന്നതെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക. നീ 24 മണിക്കൂർ നേരത്തേക്കുള്ളത് ഈശോയുടെ മുമ്പിലേക്ക് ചോദിക്കുക. ഹല്ലേലൂയ. 24 മണിക്കൂർ എനിക്ക്
ജീവിക്കുവാനുള്ളത് കർത്താവിനോട് ചോദിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ.